മറ്റൊരാൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചോദിച്ചിട്ടുണ്ട്, വിവാഹ ജീവിതം സുന്ദരമാകാൻ ഏഴിൽ ചന്ദ്രൻ നിന്നാൽ ഗുണകരമാകുമോ? ലഗ്നാലോ ചന്ദ്രാലോ നമ്മൾ ഏഴാം ഭാവം കൊണ്ടാണല്ലോ വിവാഹ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായി പരിഗണിക്കുന്നത്. അപ്പോൾ ലഗ്നാൽ ഏഴിൽ ചന്ദ്രൻ നിന്നാൽ വിവാഹ ജീവിതം സുന്ദരമാകുമോ? അപ്പോൾ ഏഴാം ഭാവം ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ലഗ്നാൽ ഏഴിൽ ചന്ദ്രൻ നിന്നാൽ ഏറ്റവും നല്ലതാണോ എന്നൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ലഗ്നാൽ ഏഴിൽ ചന്ദ്രൻ നിന്നാലും വിവാഹ ജീവിതം ശുഭകരമാകണമെന്നില്ല. ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനോ ഉച്ചക്ഷേത്ര ബലവാനോ നീചരാശിയിൽ നിൽക്കുന്നവനോ എന്തായാലും ഏഴിൽ ചന്ദ്രൻ നിന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ വിവാഹ ജീവിതം ശുഭകരമാകും എന്ന് പറയുക വയ്യ. കാരണം ആ ചന്ദ്രനിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്, അതിന് ഏതെങ്കിലും തരത്തിലുള്ള ശുഭയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നീചഭംഗ രാജയോഗം അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം അതിന് മറുപടി പറയാൻ. പലപ്പോഴും ഏഴിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ പലരും പറയുന്നത്, ഏഴിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ നീചരാശിയിലാണെങ്കിൽ ദോഷമെന്ന് ചിലർ പറയാറുണ്ട്. ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നീചനായി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതം ദോഷകരമാകും എന്ന് പറയാനൊക്കുകയില്ല. ഇപ്പോൾ ഇടവം ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു, വൃശ്ചികം രാശിയാകുന്ന ഏഴാമിടത്തേക്ക് ചന്ദ്രൻ നീചനായി നിൽക്കുന്നു എന്ന് വെച്ചാൽ അവർ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗത്തിൽ ജനിച്ചവരോ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരോ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരോ ആയിരിക്കും. അപ്പോൾ ഇടവൻ ലഗ്നം വന്നു, ചന്ദ്രൻ ഏഴിൽ നീചനായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതം ദോഷകരമാകാമെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാനും കൂടി അങ്ങനെയുള്ള ആശയങ്ങളൊന്നും അത്ര ഗുണകരമല്ല. അവിടെ ആ ചന്ദ്രന് ഏതെങ്കിലും തരത്തിലുള്ള ശുഭദൃഷ്ടിയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ പക്ഷബലമെങ്കിലും ഉണ്ടോ? പക്ഷബലമെങ്കിലും ഉണ്ടെങ്കിൽ ചന്ദ്രനെ കൊണ്ട് ആ നീചത്വത്തെക്കുറിച്ച് പറയേണ്ടതില്ല, പറയാൻ പാടില്ലാത്തതാണ്. ഇനിയും ചന്ദ്രൻ ഉച്ചരാശിയിലാണ് എന്ന് വയ്ക്കുക. വൃശ്ചികം ലഗ്നത്തിൽ ഒരാൾ ജനിച്ചു, പക്ഷേ ഇടവം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കും അവർ. വൃശ്ചികം ലഗ്നത്തിലാണെങ്കിലും ഏഴിൽ ചന്ദ്രൻ ഉച്ചക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ശുഭകരമാകും എന്ന് പറയുന്നതും ശരിയല്ല. ഇനിയും ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന രാശിയുണ്ട് കർക്കിടകം രാശി. പുനരുദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്കാണ് ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി കർക്കിടകം രാശിയിൽ നിൽക്കുന്നത്. ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ അവർ മകരം ലഗ്നത്തിലാണ് ജനിച്ചതെങ്കിൽ ഏഴിൽ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണ് എന്നൊരു പോയിൻ്റുണ്ട്. അത് വെച്ചുകൊണ്ടും അവർക്ക് വിവാഹ ജീവിതം എപ്പോഴും ശുഭകരമായിരിക്കും എന്ന് പറയുക സാധ്യമല്ല. മറിച്ച് ചന്ദ്രൻ ഏഴാമിടത്തേക്ക് ശക്തമായിട്ട് നിൽക്കുന്നു, ഉച്ചക്ഷേത്ര ബലത്തിലോ സ്വക്ഷേത്ര ബലത്തിലോ ആണെങ്കിൽ അവർക്ക് വിവാഹ ജീവിതത്തിൽ അതിചാപല്യവും പലപ്പോഴും പറയേണ്ടതായിട്ട് വരും. ലൈംഗിക കൃത്യങ്ങളിൽ ചപലത വളരെയേറെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഏഴിൽ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനോ ഉച്ചക്ഷേത്ര ബലവാനോ ഒക്കെ ആണെങ്കിൽ തന്നെ അതിനെ കൊണ്ട് ദോഷവും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയാം. എന്നാൽ ഏഴിൽ ചന്ദ്രൻ ഉച്ചക്ഷേത്ര ബലവാനായിരിക്കുന്നതിനാൽ എല്ലാവർക്കും ലൈംഗിക കാര്യങ്ങളിൽ ചാപല്യം അതീവമായിട്ടുണ്ടാകും എന്ന് തീർത്തും പറയാനും പാടില്ല. ഒരു പരിധിവരെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കാണോ മറ്റ് ഗ്രഹങ്ങൾ പലതും ദൃഷ്ടി ചെയ്യുന്നത്, യോഗം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഏഴിൽ ചന്ദ്രൻ ഉച്ചക്ഷേത്ര ബലവാൻ അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാൻ, അല്ലെങ്കിൽ മകരം ലഗ്നത്തിൻ്റെ ഏഴിൽ ചന്ദ്രനുണ്ട്, വൃശ്ചികം ലഗ്നത്തിൻ്റെ ഏഴിൽ ചന്ദ്രനുണ്ട്, അവർ ബലവാന്മാരാണ്. ആ രണ്ട് രാശിയിലെയും ചന്ദ്രന്മാർ ബലവാന്മാരാണ് എന്ന് വെച്ചാലും അവിടെ വരാൻ പോകുന്ന ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കുന്നത് ശുക്രനെ കൊണ്ടും രാഹുവിനെ കൊണ്ടും ഒക്കെയാണ്. രാഹു ശുക്രയോഗം ഏതെങ്കിലും തരത്തിലൊക്കെ വരുന്നെങ്കിൽ ബലവാനായ ചന്ദ്രൻ ലൈംഗിക കാര്യങ്ങളിൽ പല വിധത്തിലുള്ള പ്രാകൃതത്വങ്ങളും പ്രകടമാക്കാൻ സാധ്യതയുണ്ട്. അത് നിമിത്തം ഇണയ്ക്ക് പല വിധത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളും ദുഃഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഒരു പരിധിവരെ അദമ്യ കാമത്തിലേക്കും അവ വഴിതെളിക്കുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏഴിൽ ചന്ദ്രൻ നിന്നാൽ വിവാഹ ജീവിതത്തിൽ വളരെയേറെ ഗുണമാകുമെന്ന് പറയുക വയ്യ. മറ്റൊന്ന്, ഏഴിൽ ചന്ദ്രൻ നിൽക്കുന്നത് പലരും തന്നെ
ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വന്തം ഇണകളെ അല്ലെങ്കിൽ വിവാഹ പങ്കാളിയെ അത്രമാത്രം കൂടുതൽ ഗൗനിക്കുന്നതായിട്ട് കാണുന്നില്ല, പരിഗണന കൊടുക്കുന്നതായിട്ട് കാണാതിരിക്കുന്നു. അവർക്ക് അവരുടേതായൊരു സങ്കല്പം ഇണയെക്കുറിച്ചുള്ളത് കാണും. അതൊരു തരം ഭാവനയായിരിക്കും. ആ ഭാവനയ്ക്കനുസൃതമായ ഇണയല്ല എന്ന് അവർ പേർത്തും ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് സ്വന്തം വിവാഹ ജീവിതത്തിനെ പ്രായോഗിക തലത്തിൽ നശിപ്പിക്കുകയായിരിക്കും അവർ ചെയ്യുന്നത്. ഇണയുടെ ഇഷ്ടങ്ങൾ പോലും നടപ്പിലാക്കാതെ അവർ കുറ്റം പറഞ്ഞോ ദുഃഖിച്ചോ ഇങ്ങനെയുള്ള ഒരാളിനെ അല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞുമൊക്കെ അവർ പ്രശ്നങ്ങൾ വളരെയേറെ വരുത്തിവെച്ച് വിവാഹ ജീവിതത്തിൽ ദുഃഖം തന്നെ ആയിത്തീരുന്നതാണ്. ഇതൊരു വലിയ കുഴപ്പമാണ്. അപ്പോൾ 7 ചന്ദ്രൻ ഗുണമാണോ തരുന്നത് ദോഷമാണോ തരുന്നത് എന്നുള്ളത് എത്രയോ വിചിത്രമായ ഉത്തരങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. 7 ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണെന്ന് വയ്ക്കുക. ഇപ്പോൾ കർക്കിടകം രാശിയിൽ ചന്ദ്രൻ ബലവാനാണ്. ആ ചന്ദ്രനോടൊപ്പം ശനി നിൽക്കുന്നു. അപ്പോൾ മകരം ലഗ്നാധിപനാകുന്ന ശനി 7 ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു എന്ന് വയ്ക്കുക. ചന്ദ്രൻ സ്വക്ഷേത്ര ബലത്തിലാണ് നിൽക്കുന്നത്. മറ്റൊന്ന് ലഗ്നാധിപനാകുന്ന മകരം ലഗ്നാധിപനാകുന്ന ശനി ചന്ദ്രനോടൊപ്പം 7 അപ്പോൾ ശനി ചന്ദ്ര യോഗത്തിൻ്റെ നികൃഷ്ടത ദോഷം അവിടെ നമ്മൾ ലൈംഗിക ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ആരോപിക്കേണ്ടതായി വരികയില്ല. പല കാര്യങ്ങളിലും അവിടെ ഒരു ലൈംഗിക സ്വാതന്ത്ര്യം, ലൈംഗികതയിലേക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗികതയിൽ നിന്ന് പുറത്തേക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ലൈംഗികതയിലേക്കുള്ള സ്വാതന്ത്ര്യമാണ് വിവാഹ ജീവിതത്തിൽ ആദ്യഘട്ടത്തിൽ വേണ്ടതെങ്കിൽ അത് വളർന്ന് വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ കുട്ടികളൊക്കെ വളരുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആ ചാപല്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന തരത്തിലേക്ക് ലൈംഗിക സ്വാതന്ത്ര്യത്തിലേക്ക് അവർ നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ 7 ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി ലഗ്നാധിപനാകുന്ന ശനിയോടൊപ്പം യോഗം ചെയ്ത് നിന്നാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ആദ്യകാലങ്ങളിൽ വളരെയേറെ അവർ ലൈംഗികമായ ആഗ്രഹങ്ങളിൽ മുഴുകി ഒരുപാട് അതിതീവ്രമായി ജീവിതത്തിനെ രസിച്ച് നടക്കുന്നവരും പിന്നീട് പതിയെ ഒരു ആത്മീയമായ ജീവിതത്തിലേക്ക് മാറി. ആത്മീയമായ ജീവിതം വെച്ചാൽ ലൈംഗികത ഇല്ലാത്ത ജീവിതം എന്നല്ല പറഞ്ഞത്, സാധാരണയിൽ കവിഞ്ഞുള്ള ജീവിതത്തിൻ്റെ പൊരുൾ തേടുന്ന മനോഭാവത്തിലേക്ക് പോവുകയും അവർക്ക് ലൈംഗിക ബന്ധം ഉണ്ടായാൽ തന്നെ അത് മറ്റൊരു വീക്ഷണകോണത്തിലൂടെയുള്ള കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും. അതിന് സാധാരണഗതിയിലുള്ള മനോഭാവമോ രതിമൂർച്ഛകളോ ഒന്നും ആവണമെന്നില്ല. ആ തലത്തിലേക്കും അത് ഗുണകരമായി മാറുന്നതായിട്ടാണ് അങ്ങനെ മകരം ലഗ്നത്തിന് 7 ചന്ദ്രനും ശനിയും കൂടി വന്നാലത്തെ ഫലമായി കാണുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 7 ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും വൃശ്ചികം ലഗ്നത്തിനെ നോക്കാം. വൃശ്ചികം ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിൽ ഇടവം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു ഉച്ചക്ഷേത്ര ബലവാനായി. ആ ചന്ദ്രൻ്റെ ബലത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് 6-ാം ഭാവാധിപനും ലഗ്നാധിപനുമാകുന്ന ചൊവ്വ 7-ാം ഭാവത്തിലേക്ക് കൂടെ വന്നു നിന്നാൽ അവിടെ ശശിമംഗളയോഗം അല്ലെങ്കിൽ ശശമംഗലയോഗം എന്ന് പറയുന്നൊരു യോഗം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലായിരിക്കും ഫലിക്കുന്നത് എന്ന് നോക്കുമ്പോൾ വളരെ ശുഭകരമായിരിക്കും. അപ്പോൾ 7 ചന്ദ്രൻ ഉച്ചക്ഷേത്ര ബലവാനായി വന്നാൽ മിക്കവാറും ദോഷമാണ് വരാൻ സാധ്യത എന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഉത്തരത്തിലേക്കാണ് പോകുന്നത്. കൂടുതൽ ഉന്നതിയിലേക്ക് ആ 7 ചന്ദ്രൻ നിൽക്കും. 7 ലഗ്നാധിപനാകുന്ന ചൊവ്വ 7 നിൽക്കുന്ന ചന്ദ്രനോടൊപ്പം യോഗം ചെയ്ത് ലഗ്നാധിപനും 6-ാം ഭാവാധിപനുമാകുന്ന ചൊവ്വ 7-ാം ഭാവത്തിൽ ചന്ദ്രനോടൊപ്പം നിന്നാൽ അവിടെ ഗുണകരമായ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. 7 ചൊവ്വ അവിടെ അല്പം പോലും ദോഷം ചെയ്യുന്നതുമല്ല. കാരണം ലഗ്നാധിപനായതിനാൽ എന്നുള്ള ഒരു പോയിൻ്റുണ്ട്. രണ്ടാമത്തെ കാര്യം ചന്ദ്രനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു എന്നിങ്ങനെയുണ്ട്. അപ്പോൾ 7 ചന്ദ്രൻ നിന്നാൽ ലഗ്നാൽ 7 ചന്ദ്രൻ നിന്നാൽ ഗുണമോ ദോഷമോ എന്നുള്ളതിന് ഒരു പൊതു അഭിപ്രായം പറയുന്നത്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ വിശാലമായ തലത്തിലുള്ള പല വിധത്തിലുള്ള ഫല വ്യതിയാനങ്ങളെക്കുറിച്ചും നമ്മൾക്കിവിടെ ചിന്തിക്കാൻ കഴിഞ്ഞു. നമസ്കാരം.